നമ്മളുടെ കുട്ടികൾക്ക്, നമ്മളുടെ അംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് നേരത്തെ KS പ്രസാദ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് NNG ഫിലിംസ് ആണ്. NNG ഫിലിംസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ശ്രീ സഞ്ജു അമ്പാടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സഞ്ജു അമ്പാടിയെയും നമ്മുടെ ജഡ്ജസായ KS പ്രസാദ് ഏട്ടനെയും മനോജ് ഗിന്നസിനെയും അഖിൽ കവലയൂരിനെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അംഗമായ ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കായുള്ള പഠനോപകരണമാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രീ കലാഭവൻ ജിൻഡോ അത് ഏറ്റുവാങ്ങുകയാണ്. ഒപ്പം അനീഷ് ബാലിനെയും ശ്രീ രതീഷ് കാരക്കാടിനെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. സുബീഷ് ഗിന്നസിനെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ സഞ്ജു അമ്പാടി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള NNG ഫിലിംസാണ് നമ്മുടെ ഈ പഠനോപകരണങ്ങൾ നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ശ്രീ ധർമ്മജൻ ബോൾഗാട്ടിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു ശ്രീ കലാഭവൻ ജിൻഡോ. ശ്രീ അനീഷ് ബാൽ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ശ്രീ അഖിൽ കവലയൂരിൽ നിന്നും ശ്രീ സുബീഷ് ഗിന്നസ്, അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു മനോജ് ഗിന്നസിൽ നിന്നും. സഞ്ജു അമ്പാടി പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രാവിലെ മുതൽ തുടങ്ങിയ നമ്മുടെ ഈ ഒരു റൈച്ചൽ കുടുംബത്തിൻ്റെ മിന്നും താരം എന്ന ഈ വലിയൊരു ഷോ ഇത്രയും വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതും കൂടി ചേരുമ്പോഴാണ്. കാരണം ഇതിലുള്ള മെമ്പേഴ്സിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ ഇന്നത് വിതരണം ചെയ്യാൻ വേണ്ടി മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന NMJ എന്ന പുതിയ കമ്പനി സഞ്ജു എന്ന അസോസിയേറ്റ് ഡയറക്ടറിലേക്ക് മാറുകയാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം നിന്ന് സഞ്ജുവിനൊരു കയ്യടി കൊടുക്കണം എല്ലാവരും ചേർന്ന്. കാരണം ഇതിൻ്റെ ഡയറക്ടർ സതീഷ് വിളിച്ച് ഒരു നിമിഷം കൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ, ഇതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. ബുക്കുണ്ട്, പെൻസിലുണ്ട്, കുടയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ബാഗിൻ്റെ അകത്തുണ്ട്. അതൊരുക്കിയ NMJ ഫിലിംസിന് മിന്നും താരത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇത് ഞാൻ ധർമ്മേട്ടന് വേണ്ടി വാങ്ങിയതാണ്. ധർമ്മേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞിടാ ഞാനിവിടെ ഇല്ല, ഷൂട്ടിങ്ങിലാണ്, നീ അതൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. നന്ദി അറിയിക്കുന്നു. ജോക്ക് സ്റ്റാർസ് ആണ് അടുത്ത ടീം. വെൽക്കം ചെയ്യാം, സ്വാഗതം ചെയ്യാം ജോക്ക് സ്റ്റാർസ്. നമസ്കാരം സുരേഷേട്ടാ. കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ? വല്ല മസാലക്കഥയോ അഭിതക്കഥയാണെങ്കിൽ ഞാൻ ഓക്കെ. അല്ലടാ മോനെ, തുടക്കം തന്നെ തേഞ്ഞ്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു കഥ പറയാം. വൺസ് അപ്പോൺ എ ടൈം, അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഒരു അമ്മാവൻ്റെ കഥ പറയാം. അമ്മാവൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ജുബയൊക്കെ ഇട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി കാത്തു നിന്ന്. അമ്മാവൻ്റെ കൊച്ചുവൻ്റെ ഭാര്യ വീട്ട് വരുന്നുണ്ടാവും അല്ലേ? അല്ല, അതുകൊണ്ടല്ല. അമ്മാവൻ്റെ വീട്ടിൽ 15 പെണ്ണുങ്ങൾ തൊഴിലുറപ്പിൻ്റെ പണിക്ക് വന്നി. ഈ 15 പെണ്ണുങ്ങളും കൂടെ 25 തെങ്ങിന് തടമെടുത്ത്. അത് പുള്ളി കണ്ടില്ല. പക്ഷേ കൂട്ടത്തിൽ ഒരു നൈറ്റിയുടെ മുകളിൽ ഷർട്ട് ഇട്ടിരുന്ന തങ്കമണി ചേച്ചിക്ക് മുകളിലത്തെ 2 ബട്ടൺസ് പൊട്ടിക്കിടക്കണത് പുള്ളി കണ്ടുപിടിച്ച്. അമ്മാവൻ ചോദിച്ചു, തങ്കമണി എന്താണ് ആ മുകളിലത്തെ 2 ബട്ടൺസ് പൊട്ടിക്കിടക്കുന്നത്? തങ്കമണി ചേച്ചി പറഞ്ഞ്, അത് ഞാൻ മരിച്ചിട്ട് 10-25 കൊല്ലമായില്ലേ, എനിക്ക് എവിടുന്ന് ഷർട്ട് കിട്ടാനാ? ആ വടക്കേ വീട്ടിലെ വറീതിയേട്ടൻ വല്ലപ്പോഴും വീട്ടിൽ വന്ന് ഊരിയിടുന്ന ഷർട്ടല്ലേ മനുഷ്യ എനിക്ക് കിട്ടൂ. ഞാനായിരുന്നു വടക്കേ വീട്ടിൽ വറിയതെങ്കിൽ ഡെയിലി 2 ഷർട്ട് വെച്ച് തന്നേനെ, നിനക്ക് വേഗ്യമില്ലാണ്ടായി. പൊന്നേട്ടാ, ഇത് തങ്കമണി ആരാന്നറിയാവോ? തങ്കമണി ഈ അമ്മാവൻ്റെ കാമുകിയാണ്. പണ്ടെപ്പോഴോ കാമുകി അമ്മാവൻ്റെ ഒക്കെ പറഞ്ഞേ, നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞ്. അമ്മാവൻ അത് വിശ്വസിച്ചിട്ട് ഒരു പെണ്ണ് കെട്ടാൻ പോയി. ഇപ്പം അമ്മാവൻ പറയുന്നത് അമ്മാവൻ്റെ ദാമ്പത്യ ജീവിതം അമ്പേ പരാജയമാണെന്നാണ്. പക്ഷേ പരാജയപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലെ അമ്മാവന് 10 മക്കളുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് കുടുംബാസൂത്രണം നടപ്പാക്കിയില്ലേ, അത് അമ്മാവൻ ഓർത്തിട്ടാന്ന് പറയണം. അപ്പം അമ്മാവനെ നിങ്ങൾക്ക് അറിയാം. അതെ. അപ്പോൾ കഥ പറയാൻ എളുപ്പമായി. ഈ അമ്മാവൻ തൊഴിലുറപ്പിൻ്റെ മേറ്റിനോട് പറഞ്ഞു, എനിക്ക് തങ്കമണിയോട് ക്രഷുണ്ട്, പ്രണയമുണ്ട്, ഞങ്ങൾ ഇപ്പോഴും പ്രണയിക്കൊണ്ടിരിക്കുകയാണ്. തങ്കമണി നിനക്ക് എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരാം. അപ്പോൾ തങ്കമണി ചെറിയൊരു ആഗ്രഹം അമ്മാവൻ്റെ പറഞ്ഞ് എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം. ഈ തങ്കമണി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുത്തേക്കണം. ഈ വയസ്സാങ്കാലത്ത് കുഴിലേക്ക് കാലിൽ നീട്ടിരിക്കുന്നവർക്ക് ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ പതിവാ. അതുകൊണ്ടാണ് ഞാൻ പാർക്കെങ്കിൽ പാർക്ക്, സിനിമയെങ്കിൽ സിനിമ എങ്ങനെ തങ്കമണിയെ കൊണ്ട് അമ്മാവൻ ഒരു സിനിമയ്ക്ക് പോവുകയാണ്. ആ ലൊക്കേഷൻ സിനിമ തിയേറ്റർ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ചിലർ അതിനെ പുകവലിക്കാനായി ഉപയോഗിക്കുന്നു. പുകവലിക്കാൻ അനുവദിക്കരുത്. ചേട്ടാ, നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ചേട്ടാ, ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സിനിമ പോലെ തന്നെ പ്രാധാന്യമാണ് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ സിനിമ കണ്ട് പുറത്തേക്ക് നിന്ന ആൾക്കാർക്കെതിരെ മൈക്കും പിടിച്ചുകൊണ്ട് കുറേ ഓൺലൈൻ ചാനലുകാരും അവരുടെ ഒപ്പം കൂടാറുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ഫസ്റ്റ്
ഒരു ഓൺലൈൻ ചാനലുകാർ വന്നിട്ട് ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട് രതീഷേ, സൂപ്പറായിട്ടാ. അപ്പോൾ നമ്മളിന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു പോപ്കോൺ ആണ് നമ്മളിന്ന് കഴിച്ചത്. ഇയാൾക്ക് സിനിമ ആണെങ്കിൽ ഇഞ്ചിയും പേസ്റ്റ് വെളുത്തുള്ളിയും വേണം. അല്ല പിന്നെ അമ്മാവൻ്റെ കയ്യിലാണ് സിനിമ ചോദിക്കുന്നത്. പക്ഷേ അമ്മാവൻ്റെ കയ്യിൽ ഈ സിനിമയുടെ റിവ്യൂ ചോദിച്ചപ്പം പുള്ളി ഓൺലൈൻ മീഡിയക്കാർ അമ്മാവൻ്റെ നേരെ മൈക്ക് കേട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് തങ്കമണി. ഈ അമ്മാവൻ വിചാരിച്ചത് അമ്മാവൻ ഈ പട്ടിനെറിയുന്ന ഫോണും കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. പുള്ളിക്ക് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങളും ടെക്നിക്കും കാര്യങ്ങളും റിവ്യൂവും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളാണ്. പുള്ളി ഓർത്തത് കൂടെ കൊണ്ടുവന്ന തങ്കമണിനെ പറ്റിയാണ് അഭിപ്രായം ചോദിച്ചത് ആണ് പുള്ളി വിചാരിച്ചത്. പുള്ളി ഉടനെ പറഞ്ഞ് തങ്കമണി അമേസിങ്, റിയലി അമേസിങ്, ഗംഭീരം, അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയപ്പോൾ ബാക്കിയുള്ളവർ പുള്ളിക്കാരൻ വിചാരിച്ചത് തങ്കമണിനെ പറ്റിയാണ് പറയുന്നത്. ഈ വീഡിയോ അങ്ങ് കയറി വൈറലായി കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മാവൻ അടുത്ത വെള്ളിയാഴ്ച തങ്കമണി ചേച്ചിനെ കൊണ്ട് അടുത്ത പടത്തിന് വരുവാണ്. അതാണ് വർഷങ്ങൾക്ക് ശേഷം പടം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ റിവ്യൂക്കാരി അഭിപ്രായം ചോദിക്കുകയാണ്. ബൈക്ക് നല്ലതല്ലേ? അതെ, ഞാനും ബൈക്കുമായിട്ട് അത്ര രസത്തിലല്ല. വരട്ടല്ലൊന്നും ഇങ്ങോട്ട് വേണ്ട. അതിന് സാറിനോടല്ല സാർ, അമ്മാവനോടാണ് അഭിപ്രായം ചോദിച്ചത്. അപ്പോൾ അതിന് കമൻസൊന്നും വേണ്ട, അപ്പോൾ അവരോട് ചോദിക്കും. അപ്പോൾ അമ്മാവനോട് അഭിപ്രായം ചോദിച്ചു, വർഷങ്ങൾക്ക് ശേഷം കണ്ടു, എങ്ങനെയുണ്ട്? അപ്പോഴും പാവം അമ്മാവൻ വിചാരിച്ചത് ഈ തങ്കമണി ചേച്ചിയെ പറ്റിയാണ് ചോദിക്കുന്നതാണ്. മറക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് സമ്മാനിച്ചത്. അമേസിങ്, റിയലി അമേസിങ്. ആ വീഡിയോയും കയറി അങ്ങ് വൈറലായി. അടുത്ത പടത്തിന് വേണ്ടി ഈ വൈറൽ വീഡിയോ പട്ടിനെറിയുന്ന ഫോണിൽ നടക്കുന്ന അമ്മാവനൊഴികെ ബാക്കി നാട്ടുകാരെല്ലാവരും കണ്ട് തങ്കമണി ചേച്ചിയുടെ ബന്ധുക്കളെല്ലാവരും കൂടിയിട്ട് അടുത്ത പടത്തിന് തങ്കമണി ചേച്ചിയായിട്ട് അമ്മാവൻ പോയാൽ തിയേറ്ററിലിട്ട് ഇടിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അമ്മാവൻ തങ്കമണി ചേച്ചിനെ കൊണ്ട് പടത്തിന് പോവുകയാണ്. സിനിമയുടെ പേര് ആവേശം. അതായത് അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിൻ്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറി. അണ്ണൻ ഒറ്റ മോനാണല്ല, അതുകൊണ്ട് അണ്ണൻ സ്വന്തം ചേട്ടനെ പോലും കണ്ടത്. പക്ഷെ അയാൾ അണ്ണൻ സ്കൂളിൽ ചേരാൻ പറ്റുന്ന മുഴുവൻ പൈസ എടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. കമ്പനി 8 നിലയെ പൊട്ടി. പിന്നെ അണ്ണൻ അവിടെ അടിന്ന് അടിയായിരുന്നു. അമ്മാനെ അടി നടക്കുന്നില്ല അമ്മാനെ. അതണ്ണ പടത്തിലല്ല അണ്ണ, പുറത്ത് അമ്മാവനെ എല്ലാവരും കൂടി അത് പഞ്ഞിക്കിടിയാണ്. അമ്മാവനെ പഞ്ഞിക്കിട്ടത് കൊണ്ട് തന്നെ അമ്മാവൻ്റെ പകുതി അടഞ്ഞ കണ്ണും നീരുവെച്ച മുഖവുമായിട്ടാണ് പടത്തിൻ്റെ റിവ്യൂ പറയാൻ വന്നത്. അപ്പോഴും ഓൺലൈൻ ചാനൽ വൈറൽ താരമായതുകൊണ്ട് തന്നെ അമ്മാവൻ്റെ നേരെ മൈക്ക് കൂട്ടി. എന്നിട്ട് ചോദിച്ചു ആവേശം എങ്ങനെയുണ്ട്? അമ്മാവൻ ഒറ്റ അഭിപ്രായം പറഞ്ഞു, ആവേശം നല്ലതല്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. അമ്മാവൻ പറഞ്ഞത് ഇതിനെപ്പറ്റിയാണെങ്കിലും ഈ വീഡിയോ അങ്ങ് കയറി കൊളുത്തി വൈറലായി. പക്ഷേ ഈ അമ്മാവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മാവൻ പോയാലും ഇതിന് പകരമായിട്ട് മറ്റൊരു താരം അവിടെ ഉദിക്കും. ഇപ്പോഴും അതാണ് ഒരു കിം സ്റ്റാർ. ഓരോ ആലോചിക്കാനാണ്. അപ്പോൾ മീഡിയക്ക് വേണ്ടത് പബ്ലിസിറ്റി ആണ്, ഇവർക്ക് വേണ്ടത് റീച്ച് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത്